പോലീസിന്റെ പിടിവാശിയിൽ അലങ്കോലമായിരിക്കുകയാണ് തൃശൂർ പൂരം. നാടകീയ രംഗങ്ങൾക്ക് ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് പൂരം വെടിക്കെട്ട് നടന്നത്. പുലർച്ചെ 3 മണിക്ക് നിശ്ചയിച്ചിരുന്ന വെടിക്കെട്ട് 4 മണിക്കൂർ വൈകിയാണ് നടന്നത്. വിവാദ സംഭവങ്ങളെക്കുറിച്ച് MS ലിഷോയും ആദിത്യൻ ഓമനക്കുട്ടനും വിശദീകരിക്കും. മേളപ്പെരുക്കത്തിന്റെ ആവേശവും കുടമാറ്റത്തിന്റെ വിസ്മയവും കണ്ട ശേഷം പൂരപ്രേമികൾ കാത്തിരിക്കുകയായിരുന്നു രാത്രി പൂരത്തിനായി. രാത്രി 11 മണിയോടെ മടത്തിൽ വരവ് ആരംഭിച്ചപ്പോൾ മുതൽ നിയന്ത്രണങ്ങൾ കടുത്തു. 11 മണിക്ക് ശേഷം പൂരനഗരിയിലേക്കുള്ള പ്രധാന റോഡുകളെല്ലാം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞതോടെയാണ് പൂരപ്രേമികൾ കടുത്ത പ്രതിഷേധമുയർത്തിയത്. പ്രതിഷേധം ആദ്യം ഉയർത്തിയത് തിരുവമ്പാടി വിഭാഗം. പൂരപ്രേമികൾക്ക് വേണ്ടിയല്ലാതെ പിന്നെ ആർക്കു വേണ്ടിയാണ് ഇവിടെ പൂരം നടത്തുന്നതെന്നായിരുന്നു ചോദ്യം. രാത്രിയിലെ മടത്തിൽ വരവ് പഞ്ചവാദ്യം നിർത്തിവെക്കുകയും ചെയ്തു. തിരുവമ്പാടി വിഭാഗം ഉയർത്തിയ പ്രതിഷേധം പൂരനഗരിയാകെ ഏറ്റെടുത്തു. ബാരിക്കേഡിനപ്പുറത്തും ഇപ്പുറത്തും പൂരപ്രേമികൾ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങി. ഇതിനിടെ പോലീസ് ലാത്തി വീശിയെന്ന പരാതിയായി പൂരപ്രേമികളും സംഘാടകരും രംഗത്തെത്തി. വെടിക്കെട്ട് നടത്തുന്നില്ലെന്ന നിലപാടിലേക്ക് എത്തി ഇരു ദേവസ്വങ്ങളും. ഇതോടെ 3 മണിക്ക് വെടിക്കെട്ട് ആരംഭിക്കേണ്ട സമയത്ത് ഇരു ദേവസ്വങ്ങളുമായി ചർച്ച. കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ളവർ ചർച്ചയിൽ പങ്കെടുത്തു. പിന്നാലെ തൃശ്ശൂരിലെ LDF NDA സ്ഥാനാർത്ഥികൾ തിരുവമ്പാടി ദേവസ്വം ആസ്ഥാനത്തേക്ക് എത്തി. അതുകൊണ്ടുമായില്ല, ചർച്ചകൾ വീണ്ടും ഏതാനും മണിക്കൂറുകൾ കൂടി നീണ്ടു. ഒടുവിൽ മന്ത്രി ഉൾപ്പെടെ ഇടപെട്ട ചർച്ചകൾ. ഏറ്റവും ഒടുവിൽ ആദ്യം പാറമേൽക്കാവും പിന്നീട് തിരുവമ്പാടിയും വെടിക്കെട്ട് നടത്താൻ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. നിരവധി പേരുടെ കാത്തിരിപ്പുകൾക്കൊടുവിൽ 7:10 ആദ്യം പാറമേക്കാവ് വിഭാഗവും പിന്നീട് തിരുവമ്പാടി വിഭാഗവും വെടിക്കെട്ടിന് തിരികൊളുത്തി. മാനത്ത് പൊട്ടിവിടരേണ്ടതെന്തോ പൂരപ്രേമികളുടെ മനസ്സിൽ പൊട്ടിച്ചിതറി. കാലാതീതമായ പൂരചരിത്രത്തിൽ ഇക്കൊല്ലവും രേഖപ്പെടുത്തും. അത് നിരാശയുടെ അധ്യായമാകുമെന്ന് മാത്രം. പൂരനഗരിയിൽ നിന്ന് ടീം മാതൃഭൂമി ന്യൂസ്, തൃശൂർ. ആമുഖത്തിൽ പറഞ്ഞതുപോലെ തൃശ്ശൂകാരെ സംബന്ധിച്ചോളം, മലയാളികളെ സംബന്ധിച്ചോളം, ലോകത്ത് എവിടെയുമുള്ള മലയാളികൾക്കും ആത്മാവാണ്, വികാരമാണ് തൃശ്ശൂർ പൂരം എന്നത്. അപ്പോൾ ഇത് തല്ലിക്കെടുത്തുന്നതിന്റെ പിന്നിലെ ഗൂഢാലോചന അത് എന്താണ്, പോലീസിന് എന്താണ് ഇത്തരത്തിലുള്ള പിടിവാശി എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. വിനോദ് കണ്ടംകാവിൽ പൂരപ്രേമി സംഘം, ഒപ്പം CP ജോൺ CMB നേതാവ്, ഒപ്പം മറ്റ് മന്ത്രിയൊക്കെ നമ്മൾ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതാണ്. CP ജോണിലേക്ക് ആദ്യം പോകുന്നു. CP ജോൺ, ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ ഈ തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെവിടെയുള്ള മലയാളികളെ സംബന്ധിച്ചോളം അവൻ്റെ ഒരു വികാരമാണ് തൃശ്ശൂർ പൂരം എന്നത്. ഇന്നലെ കുടമാറ്റം വരെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടാണ് നടന്നത്. പിന്നീട് രാത്രിയിൽ 11 മണി തൊട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത വണ്ണം ഈ പൂരത്തിൻ്റെ വിസ്മയ കാഴ്ചകളൊക്കെ തന്നെ അവതാളത്തിലാകുമ്പോൾ അതിന് പിന്നിൽ പോലീസിൻ്റെ തികഞ്ഞ ധിക്കാരവും പിടിവാശിയുമാണ് എന്ന സംശയങ്ങൾ എന്തുകൊണ്ടാണ് ബലപ്പെടുന്നത്? CP ജോൺ. ഞാൻ പൂരത്തിൻ്റെ രാത്രി പൂരം ഇപ്പോൾ തിരഞ്ഞെടുപ്പായ തിരുവനന്തപുരത്ത് എനിക്ക് എത്തിച്ചേരണം എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ കാലത്ത് ഒരു 9 മണി മുതൽ കുടമാറ്റം കഴിയുന്നവരെ ഞാൻ തൃശ്ശൂരിലുണ്ടായിരുന്നു. ഇതിനിടയിലെല്ലാം ഞാൻ കാണാൻ കഴിഞ്ഞത് അവിടുത്തെ ഒരു പോലീസ് കമ്മീഷണർ, അയാളുടെ പേര് അങ്കിത് അശോക് എന്നാണ്. വളരെ എറോഗൻ്റായിട്ടുള്ളൊരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം. ആദ്യം അവിടെ വന്നത് ഞങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ 9:45 തന്നെ മഠത്തിലെ വരവിൻ്റെ അടുത്ത് 11:30 മഠത്തിലെ വരവ് തുടങ്ങുക. അദ്ദേഹം കുറേ കാര്യങ്ങൾ മിസ്മാനേജ് ചെയ്തു. പിന്നെ അതിൻ്റെ ദേഷ്യമായി ബാക്കിയുള്ള എല്ലാവരോടും. ഞാൻ അദ്ദേഹത്തോട് വളരെ മാന്യമായിട്ടും വളരെ സൗമ്യമായും എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു, ഇത് എത്രയോ കാലമായി നടക്കുന്ന കാര്യമാണ്, ഇങ്ങനെ നിങ്ങൾ വടം കെട്ടരുത്. മഠത്തിലെ വരവിന് ഇതുപോലെ ഇത്ര അകലെ വടം കെട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് അപ്പം നമ്മളോടൊക്കെ പ്രതികരിക്കുന്നത് എന്തോ ഒരു ദേഷ്യം തീർക്കുന്ന പോലെയാണ്. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പൂരപ്രേമിയും അവിടുത്തെ സംഘാടകരിൽ ഒരാളുമായിട്ടൊരാൾ പറഞ്ഞു, സാറേ എനിക്ക് പാസ്സുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ അങ്കിത് അശോക് പറയുകയാണ്, ഇത് 16,000 പാസ് കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ താൻ 16,000ാമത്തെ ആളാണ്, താൻ പോകുന്നതാണ് ഈ പറഞ്ഞതിൻ്റെ മലയാളം. ഇതൊന്നൊരു പൂരത്തിൻ്റെ ആ ആനന്ദകരമായ സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ട രീതിയല്ല. അപ്പോൾ ഇത് ഈ അങ്കിത് അശോകാണ് ഇത് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പരാജയം അവിടെ മുഴുവൻ കാണാൻ വരുന്നത്. എന്ന് വെച്ചാൽ എല്ലാം റെഗുലേറ്റ് ചെയ്യുക. ഇത് ശക്തൻ തമ്പനെ തുടങ്ങിയൊരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ പരാജയം എന്ന് അത് റെഗുലേറ്റ് ചെയ്യല്ല വേണ്ടത്, അതിനെ ഒരു കയ്യൂക്കും മുഷ്ടിചുറ്റുമൊക്കെ കാണിക്കേണ്ട ഇടമാണോ? കാരണം ഒരു വിശ്വാസത്തിന്റെ കൂടി പ്രശ്നമാണ്. വളരെ സെൻസിറ്റീവായിട്ട് ഒരുപാട് ആളുകൾ അവിടെ വരുന്ന മറ്റ് കല്ലെറിയാനോ ഗുണ്ടായുസം കാണിക്കാനോ എത്തുന്നവരല്ല. അവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ, അവർക്ക് നേരെ മുഷ്ടി ചുരുട്ടുന്നെങ്കിൽ ആ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഇവിടെ ഉത്തരവാദി. അവിടെ രാഷ്ട്രീയ
അല്ല, അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ മുരളീധരൻ ഉണ്ട്, അതുപോലെ തന്നെ സുനിൽകുമാർ ഒരു പൂരപ്രേമിയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പൂരം കാണുന്നത്. BJPയുടെ ഗോപാലകൃഷ്ണനുണ്ട്, എല്ലാ പാർട്ടിയുടെ ആൾക്കാരുണ്ട്, CPMൻ്റെ ജില്ലാ സെക്രട്ടറി വർഗീസ് ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് നിന്ന് കാണുകയാണ് ഈ സംഗതി. അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള റൂഡ് ബിഹേവിയർ. അത് കഴിഞ്ഞ് അവിടെ മുഴുവൻ കയറ് കെട്ടി, കയറെന്ന് പറഞ്ഞാൽ നൈലോൺ കയറ്, പിന്നെ ബാരിക്കേഡ്. ഈ തെക്കോട്ടിറക്കത്തിനിടയ്ക്ക് കയറ് കെട്ടാൻ ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ്? എന്തിനാണ് തെക്കോട്ടിറക്കത്തിന് കയറ് കെട്ടി തിരിക്കേണ്ട ആവശ്യം എന്താണ്? അതുപോലെ ബാരിക്കേഡുകൾ ഇതുപോലെ വികൃതമായിട്ടുണ്ടാക്കേണ്ട കാര്യം എന്താണ്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ആളുകൾക്ക് അങ്ങോട്ടും പോകാൻ പറ്റാതിരിക്കുകയാണ് ചെയ്യുക. ഒരു പ്രശ്നം ഇല്ലാതിരുന്നുകൊണ്ട് ഇവരുടെ ഭാഗ്യം, നാട്ടുകാരുടെ ഭാഗ്യം. അതുപോലെ തന്നെ പാറമേക്കാവിനകത്ത് ഞങ്ങൾ എലഞ്ഞിത്തിറക്കി ചെന്നപ്പോഴും അവിടെയും ബാരിക്കേഡിൽ ആനകൾക്ക് ചുറ്റും ബാരിക്കേഡ് വയ്ക്കുന്നത് മനസ്സിലാക്കാം. ആളുകൾ ആ ബാരിക്കേഡിന് കയറണ്ട. പിന്നെ എല്ലായിടത്തും കയറാണ്. ഇതൊരു കയറിൻ്റെ പൂരമാണോ ഈ നൈലോൺ കയറിൻ്റെ? ആർക്കും ഒരു നിയന്ത്രണമില്ല. പോലീസുകാരികളൊക്കെ നിന്ന് ചിരിക്കുന്നു, എന്തിനാണ് ഇങ്ങനെ കെട്ടിവെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വാശി തീർക്കുന്ന പോലെയാണ് പോലീസ് അവിടെ പെരുമാറിയത്. അതുപോലെ തന്നെ കാറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നീട് അത് പരിഹരിക്കപ്പെടുന്നത് കളക്ടറുടെ നേതൃത്വത്തിൽ പരിഹരിക്കപ്പെടുന്നത് അങ്ങ് പുലർച്ചെ 6 മണിക്കാണ്. ഒന്ന് ആലോചിക്കണം, ഇത്രയും സമയത്ത് ജില്ലയിൽ 2 മന്ത്രിമാരുണ്ട്. അതിൽ ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി. അതാണ് ഇതിന് ഞാൻ പറഞ്ഞത്. ഇവരെ കാലത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ നിൽക്കാൻ കഴിയുന്നെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും തിരക്കഥ അങ്ങ് സംശയിക്കുന്നുണ്ടോ? ഞാൻ തിരക്കഥകളൊന്നും ഇപ്പോൾ നേരിട്ട് പറയുന്നില്ല. ഗവൺമെൻറ്റാണ് പോലീസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ മന്ത്രി, നമ്മുടെ രാജൻ, നമ്മുടെ റവന്യൂ മന്ത്രി, നമ്മുടെ സുഹൃത്തായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്, ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി, അദ്ദേഹം അവിടെ ഒരു സാധാരണക്കാരനെ പോലെ എല്ലാ കൊല്ലം വരുന്നത്. അദ്ദേഹം അവിടെ ഒന്നൊരു പ്രശ്നവും തോന്നിയില്ല. പക്ഷെ അവർക്കൊന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ലേ? കളക്ടർ റവന്യൂ ഓഫീസറുടെ കീഴിൽ, റവന്യൂ മന്ത്രിയുടെ കീഴിലല്ലേ? അപ്പോൾ ഇവരൊന്നും നിയന്ത്രണത്തിലല്ലേ കാര്യങ്ങൾ? പണ്ട് ഇതുപോലെ വളരെ പണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അച്യുതാനന്ദ ഗവൺമെൻറ് മറ്റുള്ളപ്പോഴാണ് ഏതോ ചില പോലീസ് ഓഫീസർമാർ ഈ കയറ് കെട്ടി തെക്കോട്ടിറക്കം നിയന്ത്രിക്കാൻ നോക്കി. പക്ഷേ പിന്നത്തെ കൊല്ലം തൊട്ട് അത് വെട്ടിത്താന്ന് മനസ്സിലാക്കി മാറ്റി. ഇത് റെഗുലേറ്റ് ചെയ്യല്ല വേണ്ടത്. വാസ്തവത്തിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി അവിടെ ഈ ആളുകളുടെ ഫ്ലോയിലുണ്ട്. ഇറ്റ്സ് എ സയൻസ്. ആ റെഗുലാരിറ്റിയെ തടസ്സം ഇല്ലാതെ ഒഴുക്കുകയാണ് ചെയ്യേണ്ടത്, വെള്ളം ഒഴുക്കുന്നത് പോലെ. അതിനെ തടഞ്ഞാൽ ഉടനെ വെള്ളക്കെട്ടുണ്ടാവുകയാണ് ചെയ്യുക. വെള്ളക്കെട്ടുണ്ടാവുന്നത് പോലെ ആളുകളുടെ ഒരു കൂട്ടമായിട്ടുള്ള അണ പോലെ ഉണ്ടാവുക ചെയ്യുക. അതൊന്നും പഠിക്കാതെ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അവസാനം പൂരത്തിൻ്റെ വെടിക്കെട്ട്, ഞാനിവിടെ പുലർച്ചയ്ക്ക് ഇവിടെ എത്തി, അപ്പോഴാണ് വെടിക്കെട്ട് നടന്നിട്ടില്ല. നമ്മുടെ തലയിൽ മുഴുവൻ ഇതാണല്ലോ ഒന്നല്ലേ. ആ വെടിക്കെട്ട് നടന്നിട്ടില്ല. വെടിക്കെട്ടുന്ന കാലത്താണ് നടക്കുന്നത്. ഇതിന് ആരാണ് ഉത്തരവാദി? ഇതിന് നേരത്തെ നോക്കേണ്ടത് ആരായിരുന്നു? അപ്പോഴേക്കും സുരേഷ് ഗോപിയെ ഞങ്ങൾ പകൽപൂരത്തിന് കണ്ടേയില്ല. അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയം പറയല്ല. ഇത്തരം തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ അനിയന്ത്രിതമായ തിരക്ക് അനുഭവപ്പെടുമ്പോൾ പോലീസുകാർക്ക് സംയമനം പാലിച്ചാണ് കൈകാര്യം ചെയ്ത്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു മിസ്മാനേജ്മെന്റിന് അപ്പുറത്തേക്ക് ഒരു ഉദ്യോഗസ്ഥന്റെ പിടിവാശി അത് ഇത്രയും മണിക്കൂർ സംഭവിച്ചിട്ടും. കാരണം CP ജോൺ, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, ഇല അനങ്ങിക്കഴിഞ്ഞാൽ അവിടേക്ക് ഓടിത്തെത്തുന്ന ക്രമസമാധാന ചുമതലയുള്ള സംസ്ഥാനത്തെ ഒരു ADGP ഉണ്ട്, MR അജിത് കുമാർ. അദ്ദേഹമൊക്കെ എവിടെ പോയി ഉറങ്ങുകയാണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. നേരം സമയം ഇത്രയുമായി ഒരു വിഷയത്തിൽ MR അജിത് കുമാർ ഇത്തരം ഒരു വിഷയത്തിൽ ഈ സമയം വരെ ആയിട്ടും ഒരു വിശദീകരണം പോലും തേടാൻ ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിനോ ഈ സർക്കാരിനോ കഴിയുന്നില്ല എന്ന് തോന്നുന്നത് ഒരു അത്ഭുതമായി, ആശ്ചര്യം തോന്നുന്നില്ലേ താങ്കൾക്ക്? ഇത് വാസ്തവത്തിലൊരു ഗൂഢാലോചനയാണെന്ന് ചില പത്രപ്രവർത്തകരൊക്കെ എന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ അത് എനിക്ക് കൃത്യമായിട്ട് അറിയാത്തൊരു കാര്യം ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല. കോൺസ്പിറസി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് അറിയാതെ ഞാൻ ഓഫ് ഹാൻഡായിട്ട് പറയുന്നത് ശരിയല്ല. പക്ഷെ അങ്ങേറ്റം ദൗർഭാഗ്യകരവും അങ്ങേറ്റം സങ്കടകരവുമാണ്. ഇത്രയും ഗംഭീരമായി നടക്കേണ്ട ആഹ്ലാദകരമായ, ഞാൻ 50 കൊല്ലം തുടർച്ചയായിട്ട് പൂരം കണ്ട ഒരാളാണ്. കുട്ടിയായിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അത് ഞാൻ കൂട്ടുന്നില്ല. ഒരു യുവാവ് എന്നുള്ള നിലയ്ക്ക്, കോളേജ് വിദ്യാർത്ഥി എന്നുള്ള കാലം മുതൽ 50 കൊല്ലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ പോലീസ് വളരെ സൗമ്യമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുക, 1-2 സന്ദർഭങ്ങളിലല്ലാതെ. ഇത് വെടിക്കെട്ട് നടക്കുന്നു നേരത്തെ അറിഞ്ഞൂടെ? ആ വെടിക്കെട്ട് പരിശോധിക്കണ്ടേ? എന്നിട്ട് പുലർച്ചെ 6 മണിക്ക് വെടിക്കെട്ട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ, നട്ടുച്ചയ്ക്ക് ടോർച്ചടിക്കുക എന്ന് പറഞ്ഞ പോലത്തെ ഒരു വൈകൃതമാക്കി പൂരത്തിനെ മാറ്റിയില്ലേ? ഇതിൽ പാറമേക്കാവിലും തിരുവമ്പാടിയിലും അവരൊക്കെ എത്ര ബുദ്ധിമുട്ടിയാണ് ഇത് ചെയ്യുന്നത്. ദേവസ്വം ബോർഡുണ്ട്, അവർക്കൊന്നും ഒരു റോളും ഇല്ല. ഇവരെല്ലാം കൂടി അങ്ങ് ഏറ്റുപിടിക്കുകയാണ്. ഇന്ന് കാലത്ത് സുരേഷ് ഗോപി കാലത്ത് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. മൂപ്പര് എവിടെയായിരുന്നു ഈ പകൽപൂരത്തിനെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം TV കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും ശരി, അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഗവൺമെൻറ്റാണ് ഒന്നാം പ്രതി.
ഗവൺമെൻറ്, അതിൽ പോലീസ് ഒന്നാം പ്രതിയാണ്, അതിൽ റവന്യൂ മന്ത്രി ബഹുമാനായ എൻ്റെ സുഹൃത്ത് രാജൻ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഞങ്ങളോടൊപ്പം 2 മണിക്കൂർ സമയം അവിടെ എലിഞ്ഞിത്തറ മേളത്തിനുണ്ടായിരുന്നു. അവർ കലാകാരിയും കൂടിയാണല്ലോ. അതൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അവർ രണ്ടാളും അഭിപ്രായം പറയണ്ടേ? തൃശ്ശൂരിലെ 2 മന്ത്രിമാരല്ലേ, അവർ പറയണം എന്താണ് സംഭവിച്ചത്, ജനങ്ങൾക്ക് വിശദീകരണം വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അധികം നീട്ടിപ്പോകുന്നില്ല. എനിക്ക് തീർച്ചയായും ശ്രീ CP ജോൺ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു അന്വേഷണം വേണ്ടതല്ലേ? ഒരിക്കലും, കാരണം അവിടെ നിന്നും മടങ്ങിപ്പോകുന്ന പൂരപ്രേമികളോട് ചോദിക്കുമ്പോൾ അവർ അങ്ങേയറ്റം സങ്കടത്തോടു കൂടിയാണ്. കാരണം അവർ പറയുന്നുണ്ട് ഇനി ഞങ്ങൾ അടുത്ത വർഷം പലരും പറയും ഞങ്ങൾ അങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ആ ജനങ്ങൾക്ക് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാക്കിയതിൽ ഏത് രീതിയിൽ ഒരു അന്വേഷണം നടക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നതും? അനിവാര്യമായ ഒരു അന്വേഷണം ഏത് രീതി വേണം? ആദ്യമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളോട് ഖേദം പ്രകടിപ്പിക്കുകയെങ്കിലും വേണം. കഷ്ടമായി പോയി എന്ന് പറയണം. അവരോട് സിമ്പത്തറ്റിക്കാണോ, നിങ്ങൾ വേണമെങ്കിൽ കണ്ടാൽ മതി എന്ന് പറയരുത്. അപ്പം അതുകൊണ്ട് ആ പൂരത്തിൻ്റെ ആ എന്താ പറയുക, അതിൻ്റെ ഒരു സൗന്ദര്യ ലഹരിയാണല്ലോ വാസ്തവത്തിൽ അവിടെ നടക്കുന്നത്. ഞാൻ എപ്പോഴും വെടിക്കെട്ടിനെ അനുകൂലിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ലക്ഷോപലക്ഷം ആളുകളാണ് അത് ആസ്വദിക്കുന്നത്. ആസ്വാദനത്തിന്, ആ ഹാപ്പിനെസ്സിന് ഒരു പൈസ ഇടണ്ടേ, അല്ലെങ്കിൽ അതിനൊരു പൈസ എന്ന് പറഞ്ഞാൽ അതിനൊരു കണക്ക് കൂട്ടണ്ടേ? അപ്പം അത്രയും വലിയൊരു കാര്യം നടക്കാതെ പോയതിൽ ആദ്യമായി സർക്കാർ മാപ്പ് പറയണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്, കൃത്യമായ ഉദ്യോഗസ്ഥ തലത്തിൽ അന്വേഷണം വയ്ക്കണം. എന്നിട്ട് 2-3 ദിവസത്തിനകത്ത് ആരാണ് ഉത്തരവാദി എന്നുള്ളത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറയണം. ശ്രീ CP ജോൺ നമ്മുടെ PCR നിന്നും ബന്ധപ്പെട്ട് പക്ഷേ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ജില്ലയിലെ ഒരു മന്ത്രിക്ക് അങ്ങനെ മുഖം തിരിച്ച് പോകാൻ കഴിയുന്നതാണോ ഈ വിഷയം? ജനങ്ങളോട് പറയാമല്ലോ എന്താണ് സംഭവിച്ചത് എന്ന്. മാത്രമല്ല അറിയാമായിരുന്നു. പക്ഷേ ഈ ഒരു ഉദ്യോഗസ്ഥന്റെ, ഈ കമ്മീഷണറുടെ ഒരു ധാർഷ്ട്യമാണ് എന്ന് പല പോലീസുകാരും തുറന്നു പറയാതെ ഞങ്ങളോടൊക്കെ രഹസ്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ പിടിവാശി കാട്ടിയ ഉദ്യോഗസ്ഥന് എന്ത് ചേതോവികാരം അവിടെ ഉണ്ടായി? ഞാൻ അനുഭവിച്ച ആളല്ലേ കമ്മീഷണറെ. ഞാനൊരു രാഷ്ട്രീയ അല്ലായിരുന്നെങ്കിൽ ഞാൻ തെരുവിൽ പോലീസുമായിട്ട് മുഖാമുഖം ഏറ്റുമുട്ടുന്നതിന് ഒരു മടിയുള്ള രാഷ്ട്രീയ പ്രവർത്തകനല്ല, വയസ്സ് കുറച്ച് കൂടിയെങ്കിലും. പക്ഷേ ഞാൻ പൂരത്തിൻ്റെ കേന്ദ്രമായതുകൊണ്ടും അപ്പുറത്ത് പിന്നെ എന്താ പറയുക, തിരുവമ്പാടിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള തിടമ്പും ഭഗവതിയുടെ കോലമൊക്കെ ഇരിക്കുന്നതുകൊണ്ടും ആനകളും ആളുകളും ഉള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് മോശമായി ഒന്നും പറഞ്ഞില്ല. എനിക്ക് പറയാനറിയാത്ത ആളല്ല സ്ട്രീറ്റിൽ. അദ്ദേഹത്തെ ഉടനെ സ്ഥലം മാറ്റണം, സസ്പെൻഡ് ചെയ്യണം അങ്ങനെ. അല്ലെങ്കിൽ അജിത് കുമാർ പറയട്ടെ, DGP പറയട്ടെ, ADGP പറയട്ടെ എന്താണ് ഉത്തരവാദി എന്ന്. റവന്യൂ മിനിസ്റ്റർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണ്ടേ? ഞങ്ങളാണോ പറഞ്ഞത്? ഞാനിപ്പോൾ പറയുന്നത് ഒരു UDF-കാരൻ്റെ സെക്രട്ടറി എന്ന രീതിയിലല്ല. ഞാനൊരു പൂരപ്രേമി അല്ലെങ്കിൽ തൃശ്ശൂരുകാരൻ എന്നുള്ള എനിക്ക് പറയുകയാണ്. ഗവൺമെൻറ് പരാജയപ്പെട്ടു അവിടെ. വളരെ ശ്രീ CP ജോൺ, ഞാൻ എന്നെ ഒന്ന് പോകാൻ അനുവദിക്കണം, എനിക്ക് സമയം. തീർച്ചയായും അങ്ങേക്ക് ഈ ചർച്ചയിൽ നിന്നും ഇവിടെ വാങ്ങാം. എന്തായാലും വളരെ നന്ദി അങ്ങ് തിരക്കിനിടയിലും ഞങ്ങളോട് പ്രതികരിച്ചത്. ശ്രീ വിനോദ് കണ്ടംകാവിൽ പൂരപ്രേമി സംഘത്തിന്റെ പ്രതിനിധിയാണ്. ശ്രീ വിനോദ്, എത്രയോ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി താങ്കളൊക്കെ തന്നെ പൂരം ആസ്വദിക്കുന്ന വ്യക്തിയാണ്. അതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ വിലയിരുത്താനും കഴിവുള്ള പ്രാപ്തിയുള്ള ആളെന്ന നിലയിൽ കഴിഞ്ഞ ദിവസം സംബന്ധിച്ചോളം പൂരപ്രേമികളുടെ ഹൃദയത്തിനേറ്റ ഒരു ആഘാതമായിരുന്നു. പല പൂരപ്രേമികളും ഇന്നിപ്പോൾ രാവിലെ ആ വ്യസനത്തോടു കൂടിയാണ് ഞങ്ങളോടൊക്കെ പ്രതികരിക്കുന്നത്. ഇന്ന് വെളുപ്പാങ്കാലത്ത് പുലർച്ചെ 3 മണിക്ക് നടക്കേണ്ട ആ വെടിക്കെട്ട് ഇന്ന് സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്നു. പല ഈ ആചാരപരമായിട്ടുള്ള പൂരവുമായി ബന്ധപ്പെട്ട പല ഘടകങ്ങളും അവിടെ ഇന്നലെ നഷ്ടപ്പെട്ടു. എന്തൊക്കെ നഷ്ടമുണ്ടായി ഈ പൂരത്തെ സംബന്ധിച്ചിടത്തോളം? ഒരു പൂരം കൊട്ടിക്കലാശിക്കുമ്പോഴാണ് അടുത്ത പൂരത്തിനുള്ള നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. പൂരം ടു പൂരം കലണ്ടറാണ് ഓരോ തൃശ്ശൂരുകാരൻ്റെയും ഉണ്ടാവുന്നത്. ആ പൂരത്തിനു വേണ്ടി
അത്രയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പൂരത്തിന് വേണ്ട ആനച്ചമയങ്ങളായാലും ആനകളെയായാലും മേളക്കാരെയായാലും വെടിക്കെട്ടായാലും മറ്റ് ചടങ്ങുകളായാലും ഉദ്യോഗസ്ഥ തലത്തിലായാലും എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയാണ് ദേവസ്വങ്ങളും അതിനോട് ബന്ധപ്പെട്ടവരും പൂരത്തിന് വേണ്ടി പൂരത്തെ വരവേൽക്കാനായി ഒരുങ്ങുന്നത്. ഇത്രയും മനോഹരമായ രീതിയിൽ പൂരത്തെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു പൂരം ഇത്രയും അലങ്കോലമാവുമ്പോൾ ഓരോ പൂരപ്രേമിക്കും ഉണ്ടാകുന്ന വിഷമത്തിൻ്റെ കാഴ്ച മനോരമ ന്യൂസിൻ്റെ പ്രതിനിധികൾ അല്ല മാതൃഭൂമി ന്യൂസിൻ്റെ പ്രതിനിധികൾ തന്നെ ഇവിടെ കേൾപ്പിച്ചു കഴിഞ്ഞല്ലോ. അതായത് ഇന്ന് രാവിലെ നടക്കേണ്ട മേളം പാറമേക്കാവ് വിഭാഗത്തിൻ്റെയും തിരുവമ്പാടി വിഭാഗത്തിൻ്റെയും ഏകദേശം 3.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പാണ്ടിമേളം രണ്ട് സ്ഥലത്തും കുറവ് സമയം മാത്രമാണ്. രാവിലെ 9:40 പാറമേക്കാവ് വിഭാഗത്തിൻ്റെ പാണ്ടി കൊലുമ്പലുണ്ടായത്. തിരുവമ്പാടിയുടെ 10 മണിക്കാണ് ഉണ്ടായത്. ഏകദേശം 4 മണിക്കൂറോളം നീണ്ടു നിൽക്കേണ്ട മേളം 2.5 മണിക്കൂറിൽ അവസാനിപ്പിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി രാപ്പകൽ യാത്ര ചെയ്ത് വളരെ ബുദ്ധിമുട്ടി വന്ന പൂരപ്രേമികളെ ആ വെടിക്കെട്ട് കാണാനുള്ള ഒരു അവസരമില്ലാതെ അവർക്ക് പലർക്കും ഇന്നൊക്കെ ജോലിക്ക് പോകേണ്ട ആൾക്കാരുണ്ട്, തിരിച്ചെത്തേണ്ട ആളുകളുണ്ട്, അവർക്കൊക്കെ കണ്ണീരോടെ മടങ്ങേണ്ടി വരുന്ന അവസ്ഥ. ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു പൂരം സർക്കാർ കൂടി ഇടപെട്ട് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെയാണ് ഈ പൂരം നടക്കുന്നത്. ഈ പൂരം നടക്കുമ്പോൾ അതിൻ്റെ ആ ഏകോപനം കൃത്യമായി ഉണ്ടായി എല്ലാവരും ഭംഗിയായി ഒത്തുചേരുമ്പോഴാണ് പൂരം ഭംഗിയാവുന്നത്. കാരണം നമുക്കൊരു ഏകോപനം വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്കൾക്ക് ഇത്രയും വർഷത്തോളം, കാരണം ചരിത്രത്തിൽ നമുക്കൊന്നോ രണ്ടോ, കാരണം കോവിഡ് കാലത്ത് പൂരം ഈ ചടങ്ങുകൾ മാത്രമാക്കി മാറ്റേണ്ടി വരുന്നു. പിന്നെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതോ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. പക്ഷേ അതിനുപുറത്തേക്ക് വളരെ കൃത്യമായ ഏകോപനം ഇതിലുണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ടത്. അവിടെ ജില്ലാ ഭരണകൂടത്തിന്റെ ചുമതല അത് പോലീസ് നിർവഹിക്കുന്നു. പോലീസിന്റെ മാനേജ്മെന്റ് കൃത്യമായിട്ട് ഉണ്ടാകണം. കാരണം ഇത്രയും ആളുകൾ വരുന്ന ഒരിടമാണ്. ആ രീതിയിൽ മുൻകൂട്ടി തയ്യാറാക്കി മോണിറ്റർ ചെയ്ത് ക്രമീകരിക്കേണ്ട ഒരു ഉത്സവം. ഇവിടെ ഒരു മിസ്മാനേജ്മെന്റ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായി എന്ന് സംശയിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ? പൂരത്തെ ഇഷ്ടപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ, സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഈ രംഗത്തേക്ക് ഉൾപ്പെടുത്തണം എന്നാണ് പൂരപ്രേമികൾക്ക് പറയാനുള്ളത്. പാറമേക്കാവ് വിഭാഗത്തിൻ്റെ എഴുന്നള്ളിപ്പിൽ ഒരു പരിധിവരെ ഭംഗിയായി എഴുന്നള്ളിപ്പിനെ കൊണ്ടുപോകാൻ ആ പാറമേക്കാവ് വിഭാഗത്തിനോടൊപ്പം നിന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു. എന്നാൽ തിരുവമ്പാടി വിഭാഗത്തിൽ അത് സാധിച്ചില്ല. പാറമേക്കാവിൻ്റെ രാത്രി എഴുന്നള്ളിപ്പ് കൊണ്ടുപോകുന്ന സമയത്ത് ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും അതൊക്കെ സംസാരിച്ച് തീർക്കാനായിട്ട് ഭരണാധികാരികളും ദേവസ്വം അധികൃതരും ഒക്കെ ആയിട്ട് സംസാരിച്ച് തീർക്കാൻ സാധിച്ചു. എന്നാൽ തിരുവമ്പാടി വിഭാഗത്തിന് അത് സാധിച്ചില്ല. ആ എഴുന്നള്ളിച്ചാണ് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ അതിപ്രധാനമായ രാത്രിയിലെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു. ഓരോ ആസ്വാദകനും, പഞ്ചവാദ്യ ആസ്വാദകനും പകൽ ആസ്വദിക്കാൻ സാധിക്കാത്ത എത്രയോ പേരാണ് രാത്രി വന്ന് ആ പഞ്ചവാദ്യം ആസ്വദിക്കുന്നത്. വെടിക്കെട്ട് ആസ്വദിക്കുന്നവർക്ക് പുറമെ പഞ്ചവാദ്യം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന നിരവധി പേരുണ്ട്. അവരെയൊന്നും ആ പഞ്ചവാദ്യം ആസ്വദിക്കാൻ അനുവദിക്കാതെ പഞ്ചവാദ്യം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരുന്ന അവസ്ഥ. ഒരു വർഷം കാത്തിരിക്കേണ്ടേ ഇനി അന്ന് അങ്ങനെ ഒന്ന് കാണാനായിട്ട്? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഒരു പൂരപ്രേമി എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ശ്രീ വിനോദ്, അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ നിയമിക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ ഇല്ലാതായിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ പൂരത്തിന്റെ പൊലിമയാണ്. നമ്മളൊക്കെ ലോക പൈതൃകത്തിൽ ഒന്നായി കാണുന്ന ഈ പൂരത്തിന്റെ മഹിമയാണ്. ഇതിനി ആവർത്തിക്കാൻ പാടില്ല. അടുത്ത വർഷം ഇതിന്റെ കുറവുകൾ നികത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ധാർഷ്ട്യം നിറഞ്ഞ കാക്കിയിട്ട ഉദ്യോഗസ്ഥരെ അല്ല ഇങ്ങോട്ട് അയക്കേണ്ടത് തൃശ്ശൂരിലേക്ക്, അല്ലെങ്കിൽ ഇതിന്റെ ഏകോപന ചുമതല. അപ്പോൾ ഇതിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പൂരം നടത്തിപ്പിന് വേണ്ടി എത്രത്തോളം ഉൾക്കാഴ്ചയോടുകൂടി മോണിറ്ററിംഗ് സംവിധാനമൊക്കെ മാറ്റേണ്ടി വരും? 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ വകുപ്പുകളുടെ ഏകോപനം സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് താല്പര്യമുള്ള ഉദ്യോഗസ്ഥരെ അതിലേക്ക് വെക്കണം. 1982 ഏഷ്യാഡിന് ഡൽഹിയിൽ ആനകളെ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചപ്പോൾ അന്നത്തെ സർക്കാർ തീരുമാനിച്ചത് എന്താ? ആനകളെ കൊണ്ടുപോകാനുള്ള നിയമ നടപടികൾ കൃത്യമായി പൂർത്തിയാക്കി ആനകളെ കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. ഇത് എങ്ങനെ ഭംഗിയായി നടത്താം എന്നാണ് സർക്കാർ തീരുമാനിക്കേണ്ടത്. അല്ലാതെ കണ്ട് ഇത് നടത്താതിരിക്കാമെന്നല്ല, ഇതിനുള്ള ബുദ്ധിമുട്ടുകൾ പറയുകയല്ല വേണ്ടത്. ഇത് നല്ല രീതിയിൽ ലോക
പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ ലോകത്ത് നിന്ന് ഏതൊരാൾ കേരളത്തിലേക്ക് വന്നാലും തൃശ്ശൂരിലേക്ക് വന്നാലും കൊടുക്കുന്നത് തെക്കോട്ടിറക്കവും കുടമാറ്റത്തിൻ്റെയും ആന എഴുന്നള്ളിപ്പിൻ്റെയും ഒക്കെ ശില്പമാണ്. അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് മേളവും പഞ്ചവാദ്യവുമാണ്. ഈ സംസ്കാരം കേരളത്തിലും ലോകത്തിലും നിലനിൽക്കണം. ഇത് നിൽക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിലുള്ള ഏകോപനം കൃത്യമായി ഉണ്ടാകണം. അതുപോലെ തന്നെ സംഘാടകരെ പരമാവധി സഹായിക്കണം. സംഘാടകർ ഇത് യാതൊരുവിധ പ്രതിഫലവുമില്ലാതെ രാപ്പകലില്ലാതെ അധ്വാനിച്ചുകൊണ്ട് ഒരു വർഷം അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ഒരു ദിവസം പൂരമായിട്ട് കാണുന്നത്. ആ സംഘാടകരെ സഹായിച്ചാൽ സംഘാടകരുടെ ഒപ്പമുണ്ടായിരുന്ന വളണ്ടിയേഴ്സ് പോലീസിനെ പരമാവധി സഹായിക്കും. വളണ്ടിയേഴ്സിനോട് ഒരു കുറ്റക്കാരോട് പെരുമാറുന്നത് പോലെ പെരുമാറരുത്. ഇത് ഈ വക കാര്യങ്ങൾ സർക്കാർ തലത്തിലുള്ള പ്രതിനിധികൾ കൃത്യമായി ശ്രദ്ധിക്കണമെന്നാണ് പൂരപ്രേമികൾക്ക് പറയാനുള്ളത്. ശരി, ഇവിടെ നിന്ന് ശ്രീ വിനോദ് കണ്ടങ്കാവിൽ, ഒപ്പം തന്നെ നേരത്തെ നമ്മൾ പ്രതികരിച്ച ശ്രീ CP ജോൺ വളരെ നന്ദി അറിയിക്കുന്നു. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇക്കാര്യത്തിൽ ഇതുവരെയും ഒരു തിരുത്തലിനോ എന്താണ് സംഭവിച്ചതെന്നോ എന്ന് ഒന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ വിശദീകരണം തേടാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഖേദകരം. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കെ രാജൻ വായടക്കുകയാണ്. അദ്ദേഹത്തോട് ഒരുപക്ഷെ അദ്ദേഹം വളരെ കാര്യക്ഷമതയോടുകൂടി ആത്മാർത്ഥതയോടെ ഈ പൂരത്തിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങളിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. പിഴവ് എവിടെയാണ് സംഭവിച്ചത്? ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ധാർഷ്ട്യമാണെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അടിയന്തരമായ നടപടി സ്വീകരിക്കേണ്ട ബാധ്യത കൂടി പൂരപ്രേമികളെ ഓർത്തെങ്കിലും ഈ സർക്കാർ ചെയ്യേണ്ടതാണ് ഉടനടി. ഇതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി പ്രതികരണങ്ങൾ ആ മണ്ഡലത്തിൽ നിന്ന് കൂടി വരുന്നു. തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഇന്ന് നടത്തി. ഒപ്പം ദേവസ്വം ബോർഡ് ദേവസ്വം പ്രതിനിധികളും അവരുടെ വാക്കുകൾ പറഞ്ഞു. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. മുഖ്യമന്ത്രിയും ഒരു ഗവൺമെൻറ്റുള്ള സംസ്ഥാനത്ത് പോലീസ് ഇങ്ങനെ അഴിഞ്ഞാടുക. ഇന്ന് രാത്രി 11 മണി മുതൽ കാലത്ത് 3 മണി വരെ ഇങ്ങനെ ഒരു അനിശ്ചിതത്വം ഉണ്ടായി. അപ്പോൾ ഇതിലൊക്കെ വ്യക്തമായിട്ടുള്ള ചില ഹിഡൻ അജണ്ടകളുണ്ട്. ഞങ്ങളങ്ങനെ സംശയിക്കുന്നുണ്ട് ഇവരങ്ങനെ ചെയ്തോന്ന്. രണ്ടുപേരും ഇത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ അവർ തന്നെ അത് സോൾവ് ചെയ്തു എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ നോക്കുന്നത് അത് ദുഷ്ടലാക്കോടുകൂടി ചെയ്യുന്ന കാര്യമാണ്. പോലീസാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. മീഡിയ പ്രവർത്തകരടക്കമുള്ള ആൾക്കാർ അതിനെ സംബന്ധിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ് പരിശോധിക്കണം. എന്നോട് പറഞ്ഞു പോവുകയാണെങ്കിൽ പേര് പറഞ്ഞിട്ട് പോകണം, തിരിച്ചിങ്ങോട്ട് കയറണമെങ്കിൽ അറിയിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ്, ആരായാലും ശരി അത് നമുക്കറിയേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ എന്തിനായി പാസ്? തൃശ്ശൂരിൽ നടന്നത് എന്താണെന്ന് താൻ അറിഞ്ഞിട്ടില്ല എന്ന് MV ഗോവിന്ദന്റെയും പ്രതികരണം വന്നു. എന്തെങ്കിലും കാരണമില്ലാതെ നടപടി ഉണ്ടാകില്ലല്ലോ, പോലീസിന് വീഴ്ച സംഭവിച്ചോ എന്നത് പരിശോധിക്കണം, വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടണമെന്നും MV ഗോവിന്ദൻ പറയുകയും